ആണ് അമിനോ ആസിഡ് എന്ന് നമുക്ക് നോക്കാം. അമിനോ ആസിഡ് എന്ന് പറയുന്നത് ഒരു മോണോമർ ആണ്. മോണോമർ എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് യൂണിറ്റ് ആണ്. ഈ മോണോമർ എന്ന് പറയുന്നത് ചേർന്നിട്ട് പോളിമർ ആയിട്ടാണ് മാറുന്നത്. അതായത് നമ്മളൊരു മുത്തുമാല നോക്കുകയാണെങ്കിൽ വെള്ള മുത്തുമാല എന്ന് പറഞ്ഞാൽ ആ മാല ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഓരോ മുത്തിനെയും നമുക്ക് ഇവിടെ ഒരു മോണോമർ എന്ന് വിളിക്കാം. അത്തരത്തിലുള്ള മോണോമേഴ്സുകൾ ചേർന്നുണ്ടാകുന്ന ആ വലിയ ഒരു സ്ട്രക്ചറിനെ, ആ ഒരു മാല എന്ന് നമ്മൾ വിളിക്കുന്നതിനെ നമുക്ക് പോളിമർ എന്ന് വിളിക്കാം. അപ്പോ അത്തരത്തിൽ ഒരു മോണോമർ യൂണിറ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനി ഈ അമിനോ ആസിഡ് ചേർന്നുണ്ടാകുന്ന ആ പോളിമർ ആരാണെന്ന് ചോദിച്ചാൽ അതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെ പറയാം? അമിനോ ആസിഡ് ഇസ് എ മോണോമർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പ്രോട്ടീൻ എന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ ഇസ് എ പോളിമർ ഓഫ് അമിനോ ആസിഡ് എന്നും പറയാം. അമിനോ ആസിഡ് ഇസ് എ മോണോമർ ഓഫ് പ്രോട്ടീൻ. ഇനി എന്താണ് ഒരു അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം. കാർബൺ തന്മാത്രയാണ് അമിനോ ആസിഡ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഈ കാർബണിന്റെ ഒരു എൻഡിലെ അമിനോ എന്ന് പറയുന്ന NH2 ഇതിനെയാണ് അമിനോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ COOH ആണ് ആസിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഇതിന്റെ മറ്റേ ഒരു എൻഡിലെ ഹൈഡ്രജൻ ആണ്. ഇനി നാലാമതുള്ള വേരിയബിൾ ആയിട്ടുള്ള അതിനെ നമ്മൾ R എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു കാർബണിക തന്മാത്രയെയാണ് നമ്മൾ അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോ എന്താണ് അമിനോ ആസിഡ്? കാർബൺ ആയിട്ടത്തിന്റെ ഒരു എൻഡിലെ അമിനോ ഗ്രൂപ്പും അതുപോലെ തന്നെ ആസിഡ് ഗ്രൂപ്പും ചേർന്ന് വരുന്ന തന്മാത്രകളെയാണ് അമിനോ ആസിഡ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ 20ഓളം അമിനോ ആസിഡുകളുണ്ട്. അപ്പൊ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് 20 വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ ഈ 20ഓളം അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള പ്രോട്ടീനുകളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് യൂണിറ്റ് ആണ്. ശരീരത്തിന്റെ ബിൽഡിംഗ് യൂണിറ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്ത് നിർമ്മിക്കണം എന്ന് പറഞ്ഞാലും അതിൽ പ്രോട്ടീൻ ആയിരിക്കും. ഹിമോഗ്ലോബിൻ അത് പ്രോട്ടീൻ ആണ്. മസിൽസിൽ കാണപ്പെടുന്ന മയോഗ്ലോബിൻ ഇത് പ്രോട്ടീൻ ആണ്. ഇനി എൻസൈംസുകളെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ എൻസൈംസുകളും പ്രോട്ടീൻസുകളാണ്. അപ്പോ ശരീരത്തിൽ നടക്കുന്ന ഇനി മുടിയുടെ വളർച്ചയ്ക്ക് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. ശരീരത്തിലെ എന്തിനെ സിന്തസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രോട്ടീനെ ഉണ്ടാക്കുക. അപ്പൊ ആ ഒരു പ്രോട്ടീനെ ഉണ്ടാക്കണമെങ്കിൽ വേണ്ട ആ ബേസിക് ആയിട്ടുള്ള ആ മോണോമർ യൂണിറ്റ് ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനായിട്ട് 3 അമിനോ ആസിഡുകളുടെ സ്ട്രക്ചർ ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ സ്ട്രക്ചറിൽ കൂടി നമുക്ക് പഠിക്കാനുള്ള 3 അമിനോ ആസിഡുകളാണ്. ഫസ്റ്റ് വൺ ഗ്ലൈസിൻ. ഗ്ലൈസിൻ എന്ന് പറയുന്നത് പഠിച്ചു. കാർബൺ ആറ്റത്തിന്റെ ഒരു എൻഡിലെ അമിനോ, ആസിഡ് ഗ്രൂപ്പ്, ഹൈഡ്രജൻ. നാലാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അവിടെയും ഹൈഡ്രജൻ തന്നെയാണ് എങ്കിൽ അതൊരു ഗ്ലൈസിൻ ആയിരിക്കും. ഇനി അലാനിൻ നമുക്ക് നോക്കാം. അലാനിൻ അമിനോ ആസിഡ് ഹൈഡ്രജൻ ആണ്. ഇനി നാലാമത്തെ പൊസിഷനിലെ ഒരു മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അത് ഒരു അലാനിൻ ആയിരിക്കും. അപ്പൊ വേരിയബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീഥൈൽ ആണ് എങ്കിൽ അത് അലാനിൻ ആയിരിക്കും. അടുത്തത് നാലാമത്തെ പൊസിഷനിലെ ഹൈഡ്രോക്സി മീഥൈൽ CH2OH ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൈഡ്രോക്സി മീഥൈൽ എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഇത് സെറീൻ ആയിരിക്കും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് അമിനോ ആസിഡിന്റെ ജനറൽ ഫോർമുലയും കൂടാതെ 3 അമിനോ ആസിഡുകളുടെ സ്ട്രക്ചറുകൾ തന്നിട്ട് അത് ഏതാണെന്ന് എഴുതാനോ അല്ലാന്നുണ്ടെങ്കിൽ അവയുടെ ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനോ ചോദിക്കാറ്. സെയിം കാർബൺ ആറ്റത്തിൽ തന്നെയാണ് അമിനോ ആൻഡ് ആസിഡ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആ പൊസിഷനെ നമ്മൾ കാർബണിന്റെ ആൽഫ പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമിനോ ആസിഡ് നമുക്ക് ആൽഫ അമിനോ ആസിഡ് എന്ന് വിളിക്കാം അല്ലെ. ഇവിടെ ഒരൊറ്റ കാർബൺ നമുക്കിവിടെ കാണുന്നുണ്ട് അല്ലെ. പിന്നീട് ആസിഡ് ഗ്രൂപ്പിന്റെയാണ്. അമിനോ ആസിഡുകൾ ആംഫോടെറിക് ആണ്. ആംഫോടെറിക് മീൻസ് possess both acidic and a basic group. അത്തരത്തിൽ
അസിഡിക് ആൻഡ് ബേസിക് ഗ്രൂപ്പ് കാണപ്പെടുന്നത് കൊണ്ട് രണ്ടും ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് ഒരു ആംഫോടെറിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. ആസിഡിനെ അതിൽ കാണപ്പെടുന്ന ആസിഡ് ഗ്രൂപ്പ് ആണോ അമിനോ ഗ്രൂപ്പ് ആണോ കൂടുതൽ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് അസിഡിക് ഗ്രൂപ്പ്, ബേസിക് ഗ്രൂപ്പ്, ന്യൂട്രൽ ഗ്രൂപ്പ്. അസിഡിക് ഗ്രൂപ്പ് ആണ് കൂടുതലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കൂടുതൽ, അമിനോ ഗ്രൂപ്പും അതിനേക്കാൾ കുറവാണ് എങ്കിൽ അതില് അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡ് ആയിരിക്കും. അത്തരത്തില് അസിഡിക് ആയിട്ടുള്ള അമിനോ ആസിഡിന്റെ രണ്ട് എക്സാമ്പിൾ പഠിക്കണം. ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്. എന്താണ് അസിഡിക് അമിനോ ആസിഡ്? അമിനോ ആസിഡ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ അസിഡിക് സ്ട്രക്ചർ ആയിരിക്കും കൂടുതലായി കാണപ്പെടുന്നത് കമ്പയർഡ് ടു അമിനോ ഗ്രൂപ്പ്. ഇപ്പൊ രണ്ട് അസിഡിക് ഒരു അമിനോ ആണെങ്കിൽ ഇതൊരു അസിഡിക് നേച്ചർ ആയിരിക്കും. ഇനി ഇത് തന്നെ നേരെ തിരിച്ച് അസിഡിക് എന്ന് പറയുന്നത് കുറവും അമിനോ ഗ്രൂപ്പ് ആണ് കൂടുതലെങ്കിൽ അത്തരം അമിനോ ആസിഡുകളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിരിക്കും. എക്സാമ്പിൾ ലൈസിൻ, ആർജിനിൻ. ഓക്കെ, രണ്ട് അമിനോ ഗ്രൂപ്പും ഒരു ആസിഡ് ഗ്രൂപ്പും ആകാം. ഇനി അടുത്തത് ന്യൂട്രൽ അമിനോ ആസിഡ്. അപ്പൊ നമ്മൾ പഠിച്ച എക്സാമ്പിളിലെല്ലാം ഒരു അമിനോയും ഒരു അസിഡിക്കുമായിരുന്നു. അപ്പൊ അവരെല്ലാം തന്നെ ഗ്ലൈസിൻ, സെറിൻ, അലാനിനൊക്കെ ന്യൂട്രൽ ആയിരുന്നു. അസിഡിക്കിന്റെയും ബേസിക്കിന്റെയും എണ്ണം ഒരുപോലെയാണ്. അത്തരത്തിലുള്ളതിനെ നമ്മൾ ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ വാലിനാണ് തന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ പഠിച്ച ഗ്ലൈസീനും അലാനിനും സെറീനും ഒക്കെ ന്യൂട്രൽ അമിനോ ആസിഡുകളാണ്. അപ്പോ ഏത് ഗ്രൂപ്പാണോ കൂടുതൽ കാണുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അമിനോ ആസിഡിനെ നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്ത് അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ. വ്യത്യസ്ത പിഎച്ചുകളിൽ അമിനോ ആസിഡുകൾ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താണ് പിഎച്ച് നമുക്ക് അതിനു മുൻപായിട്ട് പഠിക്കാം. പിഎച്ച് എന്ന് പറയുന്നത് ഒരു വസ്തു അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നിർണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്കെയിലാണ് പിഎച്ച് എന്ന് പറയുന്നത്. അപ്പോ അത് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. സാധാരണ രീതിയിൽ H+ അയോൺസുകളെ റിലീസ് ചെയ്യുന്നവരെ ആസിഡ് എന്നും ഹൈഡ്രോക്സിൽ അയോൺസുകളെ റിലീസ് ചെയ്യുന്നവരെ നമ്മുടെ ബേസുകളും എന്നാണ് പറയുന്നത്. അപ്പോ ഒരു പിഎച്ച് സ്കെയില് എന്ന് പറയുന്നത് 0 തൊട്ട് 14 വരെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൽ 7 എന്ന് പറയുന്നതാണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കണ്ടീഷൻ. ഇനി ഈ 7നേക്കാൾ താഴെയാണ് വരുന്നതെങ്കിൽ അത് എപ്പോഴും അസിഡിക് ആയിട്ടുള്ള മീഡിയത്തിൽ ആയിരിക്കും. എന്നാൽ 7നേക്കാൾ കൂടുതലാണെങ്കിൽ അതൊരു ബേസിക് ആയിരിക്കും. അപ്പൊ ഇനി അമിനോ ആസിഡുകള് വ്യത്യസ്ത പിഎച്ചുകളിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അസിഡിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് എങ്കിൽ നമുക്കറിയാം കാർബൺ എന്ന് പറയുന്ന അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോ അസിഡിക് മീഡിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ H+ അയോൺസുകളുടെ എണ്ണമാണ് കൂടുതൽ. സ്വാഭാവികമായും NH2 എന്ന് പറയുന്നതിന് മാക്സിമം NH3+ അയോൺസുകളായിട്ട് നിലനിൽക്കാൻ പറ്റുന്നു. എന്നാൽ COHനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാക്സിമം H എന്ന് പറയുന്നത് പൂർത്തിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ NH3+ ആയിട്ടാണ് അസിഡിക് മീഡിയത്തിലെ അമിനോ ആസിഡുകൾ കാണുന്നത്. അമിനോ ആസിഡ് ന്യൂട്രൽ കണ്ടീഷനിലായിരിക്കുമ്പോൾ NH3+ ആയിട്ടും അതുപോലെ തന്നെ COO- ആയിട്ടുമാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഒരു അമിനോ ആസിഡിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഈ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് സ്വിറ്റർ അയോണിക് ഫോം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്താണ് സ്വിറ്റർ അയോണിക് ഫോം എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു അമിനോ ആസിഡിനെ ഒരേ സമയം പോസിറ്റീവ് നെഗറ്റീവ് അയോൺസുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബേസിക് കണ്ടീഷനിലായിരിക്കുമ്പോൾ NH2ഉം COO- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കുന്നത് ഇതുപോലെയുള്ള സ്വിറ്റർ അയോണിക് ഫോം ഏതാണെന്നുള്ളതാണ്.